മാമി തിരോധാന കേസിൽ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. നിരവധി CCTV ക്യാമറകളും 37,000 ഫോൺ രേഖകളും പരിശോധിച്ചു. കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ KV സന്തോഷ് ഈ മാസം 31-ന് വിരമിക്കുകയും ചെയ്യും. ശരത് SS വിവരങ്ങളുമായി ചേരുകയാണ്. ശരത്, ഒരു അന്വേഷണ സംവിധാനം എങ്ങനെയാണ് തെളിവുകൾ ഇല്ലാത്തതിന് മുന്നിൽ പരാജയപ്പെട്ടു പോകുന്നത് എന്നതിന്റെ ക്ലാസിക് എക്സാമ്പിൾ എന്ന നിലയ്ക്കാണ് നമുക്ക് മാമി തിരോധാന കേസിനെ കാണാൻ കഴിയുന്നത്. ഒരു പട്ടണ പ്രദേശത്ത് വെച്ച് ഇത്രയധികം CCTV ദൃശ്യങ്ങൾ അവൈലബിൾ ആകുന്ന സാഹചര്യത്തിൽ ഒരാൾ എങ്ങോട്ട് പോയി എന്ന് 1000 ദിവസം കഴിഞ്ഞിട്ടും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാധു, അതുതന്നെയാണ്. അതായത് ഇതിൽ മാമി അവസാനം അരയെടുത്തുപാലത്തുള്ള CD ടവറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതായുള്ള അതൊക്കെ തന്നെ കണ്ടെത്തിയിരുന്നു. പിന്നീട് അരയെടുത്തുപാലം മുതൽ തലക്കുളത്തൂർ വരെയുള്ള ടവർ ലൊക്കേഷനിൽ മാമി സഞ്ചരിച്ചതായുള്ള വിവരങ്ങളടക്കമുണ്ട്. പക്ഷേ അതിനുശേഷം എന്തു സംഭവിച്ചു, എങ്ങോട്ടാണ് പോയത്, ഇതിനു പിന്നിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇതുവരെ അന്വേഷണ സംഘത്തിന് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന പോലെ 1000 ദിവസം പിന്നിട്ടു, അത്രത്തോളം ദിവസം അന്വേഷണം നടത്തി. പക്ഷേ ഇതുവരെ ഒരു തുമ്പും ഇതിനപ്പുറം ഉണ്ടായിട്ടില്ല. തുടക്കത്തിൽ എന്തായിരുന്നു വിവരമുള്ളത് അതിൽ തന്നെയാണ് ഇപ്പോഴും അന്വേഷണ സംഘം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മാമി തിരോധാന കേസിൽ ഇപ്പോഴും അന്വേഷണ സംഘത്തിന് എങ്ങോട്ടും എത്താൻ സാധിച്ചിട്ടില്ല. 37,000 ഫോൺ കോളുകൾ പരിശോധിച്ചു, CCTV ക്യാമറകൾ പരിശോധിച്ചു, ഒപ്പം നിരവധി പേരെ ചോദ്യം ചെയ്തു. മാമിയോട് വൈരാഗ്യമുള്ളവരുടെ പട്ടിക അടക്കം തയ്യാറാക്കി അങ്ങനെ വ്യത്യസ്ത രീതിയിൽ പ്രത്യേക രീതിയിലൊക്കെ തന്നെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ നടത്തിയതാണ്. പക്ഷേ അന്വേഷണ സംഘത്തിന് ഒരു തുമ്പ് പോലും മുന്നോട്ട് അനങ്ങാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നിരാശകരമായ കാര്യം. എന്തായാലും ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനായ KV സന്തോഷ് വിരമിക്കാനിരിക്കുകയാണ്. ഇനിയിപ്പോൾ അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുമെന്നടക്കമുള്ള ആശങ്ക കുടുംബവും ഈ ആക്ഷൻ കമ്മിറ്റി അടക്കം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതേസമയത്ത് പുതിയ സർക്കാർ വന്ന സാഹചര്യത്തിൽ സർക്കാർ ഈ അന്വേഷണത്തിൽ കാര്യക്ഷമമായി ഇടപെടും, അന്വേഷണം ഊർജിതമാക്കും എന്നടക്കമുള്ള പ്രതീക്ഷയും കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും അത്തരം പ്രതീക്ഷകൾ ഉണ്ടെങ്കിൽ പോലും പുതിയ ഈ KV സന്തോഷ് വിരമിക്കുന്ന സാഹചര്യത്തിൽ പുതിയ അന്വേഷണ സംഘത്തിന് ഒരുപക്ഷെ രൂപം നൽകേണ്ടി വരും. പുതിയ സംഘം ഇതിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടി വരും. ഈ പറയുന്ന പോലെ തുടക്കം മുതലുള്ള ചോദ്യം ചെയ്തവരെ ഒരുപക്ഷെ വീണ്ടും ചോദ്യം ചെയ്ത് അന്വേഷണം വീണ്ടും ഊർജിതമാക്കി കൊണ്ടുവരേണ്ട സാഹചര്യമൊക്കെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ്. എന്തായാലും അത്തരത്തിലുള്ള നീക്കങ്ങൾക്കാണ് സാധ്യതയുള്ളത്. പുതിയ സർക്കാർ അത്തരത്തിലുള്ള ഇടപെടൽ നടത്തുമെന്ന പ്രതീക്ഷ കുടുംബം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, ശരത് SS ആണ് വിവരങ്ങൾ നൽകിയത്.